മാങ്ങയുടെ സീസണൊക്കെ ആയിരിക്കല്ലേ. ഇന്നത്തെ നമ്മളെ റെസിപ്പി മാങ്ങ വെച്ചിട്ടുള്ള നമുക്ക് ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു കടുമാങ്ങയുടെ റെസിപ്പിയാണ്. എന്നാൽ പിന്നെ അധികം പറഞ്ഞ സമയം കളയാതെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിലേക്ക് പോയാലോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കടുമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഈ റെഡിയായി നിൽക്കുന്നത്. അപ്പം നമുക്കിതിനെ ഇനി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വലുപ്പത്തിലുള്ള പീസായിട്ടെങ്കിലും വേണം കേട്ടോ നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് വെന്ത് വരുമ്പം മാങ്ങ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. കൂടെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്, കട്ട് ചെയ്ത മാങ്ങ, അതുപോലെ തന്നെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, 2-3 പച്ചമുളക് അരിഞ്ഞു വെച്ചതാണ്, അതുപോലെ തന്നെ ആവശ്യമുള്ളതാണ് കറിവേപ്പില. ബാക്കി ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കുക്കിങ്ങിൽ കാണാം. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു, അതുപോലെ 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തു. അത് എണ്ണയിൽ നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. അങ്ങനെ കടുക് ഉലുവയും പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഉണക്കമുളക് കൂടെ ചേർക്കുകയാണ്. അത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തു. അത് നല്ലോണം ഒന്ന് എണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവോളയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും എണ്ണയിൽ നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തു. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് എണ്ണയിൽ ഇതൊക്കെ കൂടെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതൊക്കെ കൂടെ എണ്ണയിൽ വാടി വന്നതിന് ശേഷം നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കൂടെ ചേർക്കുന്നത്. ഈ 2 മസാലപ്പൊടികൾ മാത്രമാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് ഈ ഒരു കടുമാങ്ങക്ക്. അത് നല്ലപോലെ ഈ എണ്ണയിലൊന്ന് നമുക്ക് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ പച്ചവെള്ളം തന്നെയാണ് ചേർത്തത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഗ്രേവി വേണ്ടിയത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് എപ്പോഴും തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാവാറ്. കറി നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നത്. ഉപ്പെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഈ കടുമാങ്ങയുടെ ടേസ്റ്റ് എപ്പോഴും എരിവും പുളിയും കൂടെ തന്നെ മധുരവും ഉണ്ടാവും കേട്ടോ. നമ്മളിവിടെ ശർക്കരയാണ് ചേർക്കുന്നത്. ഒരു ശർക്കര മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആ ശർക്കരയൊക്കെ അതിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് ഉരുകി വരണം. അതുവരെ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതൊക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്കിതാ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ തുറന്നു നോക്കുകയാണ്. ആഹാ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടേ. അങ്ങനെ നമ്മൾ കടുമാങ്ങ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് കൊയിലാണ്ടിക്കാരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സൈഡ് ഡിഷാണ് കേട്ടോ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഞാനും ഈ കൊയിലാണ്ടിയിൽ എത്തിയപ്പോഴാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. സംഭവം പൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം മാമ്പഴ കാലമൊക്കെ ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് നമ്മളിതാ നെയ്ച്ചോറും ചിക്കൻ കറിയും കൂടെ ഈ ഒരു കടുമാങ്ങയും കൂടി ആയപ്പം സംഭവം സൂപ്പറായി കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്